ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പച്ചമുളക് കൊണ്ടുണ്ടാക്കിയ ഒരു പുളിക്കറിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിനൊപ്പം കഴിക്കാൻ. ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു സൈസിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്ത് വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഏകദേശം ഈ ഒരു സൈസ് പുളി നമുക്കെടുക്കണം. കുറച്ച് കൂടുതൽ പുളി ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ഒരു പുളിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പച്ചമുളക്, അപ്പോൾ ആ ഒരു ഞെട്ടിയോട് കൂടി തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പുളിയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പുളി തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. ഇനി കഴുകിയെടുത്ത പച്ചമുളകിനെ നന്നായിട്ടൊന്ന് തുടച്ച് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണ് ഉലുവയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചട്ടി വെച്ച് നമ്മുടെ ആ ഒരു കുക്കിങ്ങിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ആ ഒരു ഉലുവേൻ്റെയും ഉഴുന്നിൻ്റെയും കളറ് നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു പുളിക്കറിയും കൂടിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 2 ടീസ്പൂണോളം നമുക്ക് പൊടിക്കുമ്പോൾ കിട്ടും. നമുക്ക് 1 ടീസ്പൂണോളം മതി. പക്ഷേ നമുക്ക് കുറച്ച് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. അതിന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുത്തതാണേ. അപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പച്ചമുളക് ഇടുന്നത് കൊണ്ട് തന്നെ എരിവ് കൂടുതലായിട്ടുണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുളി കുറച്ച് കൂടുതലെടുത്തത്. ആ ഒരു പുളി നമുക്ക് ആ ഒരു എരിവ് ബാലൻസ് ചെയ്തിട്ട് പച്ചമുളകൊക്കെ ആ ഒരു പുളിയിൽ കിടക്കുമ്പോൾ തന്നെ നന്നായിട്ടതൊന്ന് സോഫ്റ്റായി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് വരാം. ഏകദേശം ഒരു 2 കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയാണ് എടുത്തത്. എല്ലാം ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. മൺചട്ടിയിലാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ആ ഒരു വഴറ്റി കൊടുക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നോളും. അപ്പോൾ ഈ ഒരു കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇതിങ്ങനെ ആ ഒരു എണ്ണയിലൊക്കെ കടന്നു വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്നൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പച്ചമുളകിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ ആ ഒരു എണ്ണയിലിടുന്ന സമയത്ത് പെട്ടെന്ന് ഇതൊന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പച്ചമുളക് ഇട്ട് കഴിഞ്ഞതും നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു എണ്ണയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ക്യാമറയിൽ ആവണ്ട വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു അടപ്പ് ഇതുപോലെ വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഒരു ഭാഗം ഇങ്ങനെ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 മിനിറ്റും കൂടിയും ഇതേപോലെ തന്നെ ഒന്ന് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു പച്ചമുളക് നന്നായിട്ട് തന്നെ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുളകിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമ്മൾ മുളകിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു കളർ മാറുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുളീൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് പുളി ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് ആ പുളി ആ വെള്ളത്തിലേക്കൊന്ന് പിഴിഞ്ഞ് ആ ഒരു പിഴിഞ്ഞ് വെച്ച വെള്ളം അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമ്മൾ 2 ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രം അതൊരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ, ഏകദേശം 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 3-4 മിനിറ്റ് കൂടി ആ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ ഒരു മണക്കൊന്ന് മാറി വരുന്നത് വരെ ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു പുളിൻ്റെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 100 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കരയും കൂടി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മുളകിട്ട പുളിക്കറി റെഡിയാവും. ശർക്കര കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് അതൊന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കര കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഒരുപാട് അങ്ങനെ ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ആ ഒരു മുളകിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ച ഉലുവയും ഉഴുന്നിൻ്റെയും പൊടി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മുടെ മുളക് പുളിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു പച്ചമുളകിലത്തെ എരിവൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു പുളിക്കറിയിലത്തെ പുളിയും അതുപോലെ തന്നെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കറക്റ്റ് ആവുള്ളൂ. നമുക്കിത് ഏകദേശം 2 ആഴ്ചയോളം കേട് കൂടാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ആ ഒരു കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചൂടാറിയ ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി പുറത്ത് സൂക്ഷിക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുളക് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്